നമസ്കാരം. സൂഡിയോ എന്ന ബ്രാൻഡ് കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഷോപ്പിംഗ് സാമ്രാജ്യം. എന്നാൽ ഇപ്പോൾ സൂഡിയോയുടെ പേര് വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് ഒരു കൂട്ടർ. ഇസ്രായേലുമായി സാങ്കേതിക സഹകരണം നടത്തുന്നു എന്ന ആരോപണത്തിൽ ടാറ്റയുടെ സ്ഥാപനമായ സൂഡിയോ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾക്കെതിരെയാണ് ബഹിഷ്കരണ ക്യാമ്പയിൻ നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന SIO ആണ് ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതുവസ്ത്രങ്ങൾ എടുക്കുമ്പോൾ സൂഡിയോ ഒഴിവാക്കാനാണ് ആഹ്വാനം. ഇസ്രായേൽ സഹകരണം ചൂണ്ടിക്കാട്ടി കോഴിക്കോടുള്ള സൂഡിയോ ഔട്ട്ലെറ്റിലേക്ക് SIO കഴിഞ്ഞ ദിവസം ബഹിഷ്കരണ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധത്തിന് ആവശ്യമുണ്ടായിരുന്നു? എന്തായിരുന്നു ഇതിന് പിന്നിലെ അജണ്ട? ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കാതെ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിഭാഗം മലയാളികൾ ഒരു ഇന്ത്യൻ കമ്പനിയെ തന്നെ ബഹിഷ്കരിക്കുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കശ്മീരിലെ പഹൽഗാമിൽ ഇത്രയും ഇന്ത്യക്കാരെ മതം നോക്കി വെടിവെച്ച് കൊന്നിട്ടും ഒരു മെഴുകുതിരി പോലും SIO ഒന്നും കത്തിച്ചിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ പരിഹാസ രൂപേണ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ സമ്പൂർണ്ണമായി ബഹിഷ്കരിക്കണമെങ്കിൽ ഫേസ്ബുക്കും വാട്സാപ്പും തൊട്ട വിമാന സർവീസുകൾ വരെ ഉപേക്ഷിക്കേണ്ടി വരും. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയും ഇസ്രായേലിലെ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമായ നോവ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പ്രതിരോധ രംഗത്ത് ഗവേഷണം നടത്തി വരുന്നുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ആധുനികവൽക്കരണത്തിൽ ഇവർ വലിയ പങ്ക് വഹിക്കുന്നുമുണ്ട്. അത് മറന്നുകൊണ്ടാണ് ഈ ഒരു ബഹിഷ്കരണം. ടാറ്റയുടെ TCS എന്ന കമ്പനിയാണ് പാസ്പോർട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. ടാറ്റയുടേതാണ് എയർ ഇന്ത്യയും. ഇതൊക്കെ മറന്ന് ബഹിഷ്കരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സൂഡിയോ എന്ന ജനപ്രിയ കമ്പനിയുടെ വാല്യൂ ഇടിയുമോ എന്നും കമ്പനി അടച്ചുപൂട്ടുമോ എന്നുള്ള പരിഹാസ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അവിടെയാണ് സൂഡിയോയുടെ ഉത്ഭവവും അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ചർച്ചയാകുന്നത്. കൊറോണയ്ക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ ചരിത്ര നേട്ടം കൊയ്ത അത്ഭുതമാണ് സൂഡിയോ. വമ്പൻ ബിസിനസ് ബ്രാൻഡുകളെ പോലും മുട്ടുകുത്തിച്ചാണ് സൂഡിയോയുടെ അതിഭീമമായ വളർച്ച. ചുരുങ്ങിയ സമയം കൊണ്ട് പാവപ്പെട്ടവനും പണക്കാരനും ഒന്നടങ്കം ചെന്നെത്തുന്ന പ്രിയപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രമായി വളരെ വേഗത്തിൽ സൂഡിയോ മാറി. ഇന്ത്യക്കാരുടെ ഷോപ്പിങ്ങിനോടുള്ള പൾസ് മനസ്സിലാക്കി മാർക്കറ്റ് പിടിക്കാനുള്ള സൂഡിയോയുടെ കഴിവിന്റെ രഹസ്യം എന്തായിരുന്നുവെന്ന് നോക്കേണ്ടതുണ്ട്. സൂഡിയോയുടെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണില്ല. കാരണം ₹1 പോലും പരസ്യത്തിനായി അവർ ചെലവഴിക്കുന്നില്ല എന്നതാണ് സത്യം. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം ഇന്ത്യ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിംഗ് ബ്രാൻഡ്. ഇന്ത്യയിൽ ഒരു ദിവസം ഒരു ഷോപ്പ് തുറക്കുന്നു എന്ന അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് സൂഡിയോയുടെ വളർച്ച. കൊമേഴ്സ് ആപ്പുകളില്ല, മാർക്കറ്റ് വിപുലീകരിക്കാൻ വെബ്സൈറ്റ് ഇല്ല, തങ്ങളെ തേടി കസ്റ്റമേഴ്സ് നേരിട്ട് വരുമെന്ന കോൺഫിഡൻസ് ആണ് സൂഡിയോയുടെ കൈമുതൽ. ഇവരുടെ ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ച് പറയാതിരിക്കാനാകില്ല. അതിലാദ്യത്തേത് കീപ്പ് അപ്പ് വിത്ത് ട്രെൻഡ് എന്ന ആശയമാണ്. സീസണുകൾക്കനുസരിച്ച് മാറി മാറി വരുന്ന കളക്ഷനുകൾ കൊണ്ടുവരാൻ സൂഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയും ആ സമയത്തെ ട്രെൻഡിനനുസരിച്ചാണ് ഓരോ സാധനങ്ങളും ഇറക്കുന്നത്. വേൾഡ് ഫാഷൻ ഇൻഡസ്ട്രീസിലെ എല്ലാ അപ്ഡേറ്റുകളും കൊണ്ടുവരാൻ അതീവ ശ്രദ്ധ പുലർത്താറുണ്ട് ഇവർ. സേവ് മണി എന്ന ആശയമാണ് രണ്ടാമത്തേത്. പോക്കറ്റ് കീറാതെ ഷോപ്പിംഗ് നടത്താമെന്ന ഉറപ്പാണ് അവരുടെ രണ്ടാമത്തെ വിജയമന്ത്രം. ഏതൊരു സാധാരണക്കാരനും തങ്ങളുടെ ഷോറൂമിലേക്ക് കടന്നു ചെല്ലാമെന്ന നിലയ്ക്കാണ് കച്ചവടം നടത്തുന്നത്. വലിയ വലിയ ഓഫറുകൾ തരാമെന്ന് പറഞ്ഞ് കയറിപ്പോകുന്ന സാധാരണ തുണിക്കട പോലും കഴുത്തറക്കുമ്പോൾ അവർ ഈടാക്കുന്ന വിലയുടെ പകുതി മാത്രമേ സൂഡിയോ ഈടാക്കുന്നുള്ളൂ എന്നതാണ് സത്യം. വെറും ₹29 തുടങ്ങി ₹999 വരെ മാത്രമേ ഇവിടുത്തെ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ഒരു സൂഡിയോ ഷോറൂമിലും 4 അക്കത്തിലുള്ള സംഖ്യ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ₹999 മുകളിൽ ഒരൊറ്റ സാധനവും വിൽക്കില്ല എന്ന സ്ട്രാറ്റജിയും ജനങ്ങളെ ആകർഷിക്കുന്നതായിരുന്നു. മൂന്നാമത്തെ ആശയം റീറ്റെയിൽ തെറാപ്പിയാണ്. ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അതൊക്കെ മറക്കാറില്ലേ? സന്തോഷം ഷോപ്പിങ്ങിലൂടെ കണ്ടെത്താം എന്ന വലിയ ആശയത്തെ മുൻനിർത്തി ഇന്ത്യക്കാരെ ഒന്നടങ്കം തങ്ങളുടെ സ്റ്റോറുകളിലേക്ക് എത്തിക്കാൻ സൂഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത സ്ട്രാറ്റജിയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പ്രൈസ് റേഞ്ചിൽ തുടങ്ങി കസ്റ്റമർക്ക് അനുകൂലമാകുന്ന എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവാണ് സൂഡിയോ. ഓരോ കസ്റ്റമറിനും സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് പ്രധാനം. പിന്നാലെ നടന്ന് ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കാറില്ല അവർ. വെസ്റ്റ് സൈഡ് പോലെ ഒരു ലോകോത്തര ഫാഷൻ ബ്രാൻഡ് ഉണ്ടായിട്ടും എന്തിന് ടാറ്റ സൂഡിയോയെ വളർത്തിയെടുത്തു? പലർക്കും തോന്നിയ സംശയമാണിത്. രത്തൻ ടാറ്റയുടെ അമ്മയുടെ ആശയമായിരുന്നു ഇത്. ഇന്ത്യയിലെ മധ്യ ഉപരിവർഗത്തിന് വലിയ ചെലവൊന്നുമില്ലാതെ വാങ്ങാനാകുന്ന തുണിത്തരങ്ങൾ, അതായിരുന്നു സീമോൻ ടാറ്റയുടെ ആശയം.
ലാക്മെ ഇന്ത്യയുടെ പകുതി ഓഹരി വിറ്റ് സമാഹരിച്ച പണം രത്തൻ ടാറ്റ അവരുടെ കീഴിലുള്ള ട്രെൻഡ് ലിമിറ്റഡ് വസ്ത്ര വ്യാപാര മേഖലയിലേക്ക് നിക്ഷേപിക്കുന്നു. സദേൺ മുംബൈയിൽ അങ്ങനെ ഒരു വസ്ത്ര ഷോറൂം ടാറ്റ സ്വന്തം നിലയ്ക്ക് തുറന്നു. അതാണ് ഇന്ന് നാം കാണുന്ന വെസ്റ്റ് സൈഡ്. വളരെ പെട്ടെന്നായിരുന്നു വെസ്റ്റ് സൈഡ് ഇന്ത്യയുടെ ടയർ 1 നഗരങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചത്. ഇന്ത്യയിലെ തനതായ വസ്ത്ര വ്യാപാര രംഗത്തെ തൊഴിലാളികളെയും ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഉപദേശങ്ങളും കൊണ്ട് ആളുകളുടെ മനസ്സും കീഴടക്കി വിപണി പിടിക്കുകയായിരുന്നു വെസ്റ്റ് സൈഡിലൂടെ ടാറ്റ. സാൽവാർ കമ്മീസിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയം കണ്ട വെസ്റ്റ് സൈഡ് പിന്നീട് പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന് ഹിറ്റായി. ബോളിവുഡ് നായികമാരുടെ വസ്ത്രങ്ങളിൽ പോലും ടാറ്റ തങ്ങളുടെ ബ്രാൻഡ് നെയിം പതിപ്പിച്ചു. എന്നാൽ വെസ്റ്റ് സൈഡ് ഇന്ത്യയിലെ മിഡിൽ ലോവർ ക്ലാസ് ഫാമിലികളിൽ നിന്ന് അകന്നു നിന്നു. അവരുടെ കൊക്കിൽ ഒതുങ്ങുന്നതായിരുന്നില്ല വെസ്റ്റ് സൈഡിലെ വസ്ത്രങ്ങൾ. ഈ ഇടയ്ക്കാണ് ആദിത്യ ബിർളയും റിലയൻസും ഫ്യൂച്ചർ ഗ്രൂപ്പും ടാറ്റയ്ക്ക് എതിരാളികളായി എത്തുന്നത്. ഇതോടെ വെസ്റ്റ് സൈഡ് മാർക്കറ്റ് ഇടിഞ്ഞു. മാർക്കറ്റ് ഡള്ളായതോടെ വെസ്റ്റ് സൈഡിനെ ഉപേക്ഷിച്ചാലോ എന്ന് പോലും രത്തൻ ടാറ്റ ചിന്തിച്ചു. ആശയം തന്ന അമ്മയോട് തന്നെ കാര്യം സൂചിപ്പിച്ചു. ഇന്ത്യൻ വസ്ത്ര മാർക്കറ്റിൽ മിഡിൽ ലോവർ ക്ലാസ് ആളുകളുടെ പങ്കിനെ കുറിച്ച് അവർ ഒരിക്കൽ കൂടി രത്തൻ ടാറ്റയോട് ഓർമ്മിപ്പിച്ചു. ഓൺലൈൻ ഷോപ്പിംഗിന്റെ കടന്നുവരവോടെ മൊത്തത്തിൽ കൂപ്പുകുത്തിയ ഇന്ത്യൻ വസ്ത്ര മാർക്കറ്റിനെ ഉണർത്തണമെങ്കിൽ ആളുകളെ മാർക്കറ്റിലേക്ക് ഇറക്കണമെന്ന ഉപദേശം നൽകി സിമോൺ ടാറ്റ. സൂഡിയോയുടെയും പരമാവധി 999 രൂപ എന്ന ആശയത്തിന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. വെബ്സൈറ്റോ ഇ കൊമേഴ്സ് ആപ്പുകളോ ഒന്നുമില്ലാതെ രാജ്യത്തെ ടയർ 2, 3 ജനങ്ങളെ ലക്ഷ്യമിട്ട സൂഡിയോ ഷോപ്പ് ഉയർന്നു. ബംഗളൂരുവിൽ അവരുടെ ആദ്യ ഷോറൂം തുറന്നപ്പോൾ ആളുകൾ ഒഴുകിയെത്തി. 3 കിലോമീറ്ററോളമാണ് ആദ്യ ഷോറൂമിന്റെ ഉദ്ഘാടന ദിവസം റോഡ് ബ്ലോക്ക് ഉണ്ടായത്. ഡിസ്കൗണ്ട് സെയിൽ എന്ന ആളുകളുടെ മനസ്സ് മടുപ്പിച്ച ബോർഡുകൾക്ക് പകരം ഒറിജിനൽ വില നൽകിയാണ് ആളുകളെ കയ്യിലെടുത്തത്. അങ്ങനെ ഇന്ത്യൻ വസ്ത്ര വിപണിയിലെ വിപ്ലവമായി സൂഡിയോ. ടാറ്റയുടെ ഈ ഒരു ചരിത്ര നീക്കം ബാധിച്ചത് ഇവിടുത്തെ മുന്തിയ ബ്രാൻഡുകളെ തന്നെയാണ്. ഇപ്പോഴിതാ മതം കൊണ്ട് മനുഷ്യരെ അളക്കുന്ന ഏതാനും ആളുകളെയും.